ഹായ് ഹലോ ഞാൻ നിങ്ങളെ നാസി. സോ ഇന്ന് തമിഴിൽ കണ്ട കണക്ക് ഇന്ന് മോർണിംഗ് വ്ലോഗ് കിട്ടാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേ കണക്ക് ഷെയറും ലൈക്കും കമൻറ്റ് അടിക്കുക. കമൻറ്റ് ജസ്റ്റ് ഹാർട്ടെങ്കിലും അടിക്കുക കേട്ടാ. അങ്ങനെ അതാ ഇക്കില്ലാത്തിന്നൊരു ഡേ ഇട്ടാ. എൻ്റെ പൊന്നെ എങ്ങനെ വൈകുന്നേരമാക്കും ഞാൻ ചിന്തിക്കുന്നില്ലത്. ഇക്ക എപ്പോഴും ഏത് വ്യക്തി വന്നെങ്കിലും നമ്മൾ കാണാതെ നിൽക്കില്ല കേട്ടാ. ഇക്ക എവിടെ പോയില്ല, അതാണ്. എവിടെയെങ്കിലും പോയാൽ നമുക്കത് ആദത്താവും. പക്ഷേ ഇതെന്താ പറയല്, ഇക്ക ഇങ്ങനെ അവിടെ പോലില്ല. സോ നൈറ്റേ പോയത് കൊണ്ട് ഇന്ന് മോർണിംഗ് അടിക്കാൻ ഭയങ്കര പേന. എനിക്കിഷ്ടമല്ല കേട്ടോ ഇന്നത്തെ ഡേ. ഇനി ഇക്ക എന്താ പറയുക ദുബായി പോയി ഇങ്ങനെ എന്താക്കും എന്നാണ്. ഈ ദുബായി പോയി പിന്നെ നമുക്ക് ശീലമാവും. ആ ഒരു ദിവസം മാത്രമേ ഉണ്ടാവും. പക്ഷേ ഈടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഫസ്റ്റ് കാണാതെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര മിസ്സാകുന്നുണ്ട്. എന്നറിയില്ല, ഒന്നാമത് ഈ ബാക്കിലേ നടക്കുന്ന കൊണ്ടാണ് പ്രശ്നം. ഈ എന്താ പറയുക, ഈ ഞാനിപ്പോൾ ഹാളുണ്ടാവും കിച്ചണിൽ എനിക്ക് ഹെൽപ്പാക്കിക്കൊണ്ടുണ്ടാവും. അതൊക്കെ എനിക്ക് ചൂടുവെള്ളമാക്കി തരും, ജ്യൂസാക്കി തരും, അത് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിലേ കളിക്കട്ടാ. സോ എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നില്ല, ഇതെങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരം ആയാൽ മതിയെന്ന് നിൽക്കുക എത്തുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്നും വേണ്ട, വെറുതെ അവിടെ മുണ്ടാതിരുന്ന് കണ്ടാൽ മതി. അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ അങ്ങനെ കാണാൻ നിൽക്കാൻ പറ്റിയില്ലല്ലോ കുറേ ദിവസമൊന്നും. ദുബായിൽ പോയല്ലേ നമുക്ക് പറ്റും. പിന്നെ ഇതാ എനിക്ക് ഡ്രസ്സ് ഇടുന്ന സർക്കസ് ഇട്ടാൽ ഇത്രയും നേരം ഞാൻ കണ്ടത്. പിന്നെ ഇതാ ഈ പുറത്ത് കഴിയുമ്പോഴത്തേക്കാണ് കാണുന്നത് ഈ തെങ്ങിൻ്റെ എല്ലാം തേങ്ങ വീണിട്ടുണ്ട്. തേങ്ങ ഇട്ടാൽ ചെറിയത് ഇട്ടാൽ അപ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ അങ്ങനെ തന്നെ വീഴാനായിട്ടുണ്ട്. എന്ത് സംഭവം എന്നറിയില്ല. അതേ കണിക്ക് നമ്മളെ ആടെ ഉണ്ടല്ലോ വേറൊരു തെങ്ങിൻ്റെ മരമുണ്ട്, ഒരു ഓറഞ്ച് കളർ ഉണ്ടാകുന്നില്ലേ, അതിൻ്റെ പേരെനിക്കറിയില്ല. ഹെൽത്തിന് നല്ലതെന്ന് പറയലുണ്ട്. സോ അതും അങ്ങനെ തന്നെ കേട്ടോ. അത് മരത്തിൽ നിന്ന് തന്നെ പൊട്ടിയിട്ട് വളരെല്ലാം താഴെ പോകും. ഒരെണ്ണം കിട്ടിയില്ല, നിറച്ചുണ്ട്. പക്ഷെ ഒരെണ്ണം നമുക്ക് ഉപകാരത്തിന് കിട്ടിയിട്ടാ. അത് എനിക്ക് കുറേ വട്ടം നോക്കി, പക്ഷെ ആടെ തന്നെ പൊട്ടിയിട്ട് പോകുന്ന കേട്ടോ. ബേജാറാന്ന് നമ്മൾ കൺമുമ്പിൽ തന്നെ ഇത്രയെല്ലാം ആയിട്ട് ആശയിൽ ഒന്നെടുത്തിട്ട് കുടിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പറ്റുന്നില്ല. എല്ലാം പോകുന്നുണ്ട്. എന്ത് സംഭവം എന്നറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് അതിന് നേരാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയട്ടെ, കമൻറ്റ് ആക്കാം. സോ അയ്യാനൊരു വടി എടുത്തിട്ട് എനിക്ക് വയ്യെത്തിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. പുറത്തെല്ലാം ഓടിക്കൂടെ അമ്മ, ഉള്ളിൽ കയറുന്നല്ല പറഞ്ഞിട്ട് എനിക്ക് വയ്യെത്തിക്കൊണ്ട് വരുന്നില്ലത്. പിന്നെ ഇതാ അപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ബനാന കൊടുക്കുമ്പോഴത്തേക്ക് വേണ്ട എനിക്ക് ഐസ്ക്രീം വേണം എന്ന് കുറേ നേരം സോപ്പിങ് ഇട്ട് ഞാൻ പറഞ്ഞു ഈ ബനാന തിന്നെങ്കിൽ വേഗം ഫിനിഷ് ആക്കിയെങ്കിൽ ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാമെന്നാണ്. പക്ഷെ ഒറ്റ പച്ചലിട്ടാ ഞാൻ എന്തപ്പാ നേരെ പുറത്ത് പോയി ഞാൻ പറഞ്ഞു അല്ലോ വീണ്ടും. പക്ഷെ ചാടി ഞാൻ ചേച്ചി ബനാന. പക്ഷെ അവൻ്റെ കയ്യിൽ വേറൊരു വടി ഉണ്ടായിന്, അതിട്ടാ ചാടിയത്. ഞാൻ കുറേ നേരം ബേച്ചറിയാമല്ലോ ബനാന എന്തിനിപ്പോൾ ചാടിയതെന്നോ. ആ ടൈമൊക്കെ എന്തോ ഇതായി. പക്ഷെ ഞാൻ ഇത് ചാടിയത് കേട്ടാ. പിന്നെ ഇതാ ഈ ഡോർ ഇടണം, ഈ ലോക്ക് മാത്രം ഇട്ടാൽ പോരെ കൈസ്, ഈ ചെറിയ ലോക്ക് ഇടണം. ഓനെ നേരെ പോകൂട്ടാ. അറിയാത്ത സൗണ്ട് ആവാത്ത കണക്ക് ഡോറും എടുത്തിട്ട് ഒറ്റ പാച്ചൽ പോകും. ഇല്ലെങ്കിൽ ബാക്ക് സൈഡിലേ പഞ്ഞുകൊണ്ട് പോകൂട്ടാ. എവിടെയെല്ലാം എത്തുന്നറിയോ, ഉമ്മക്ക് തന്നെ പണി. അവൻ്റെ ബാക്കിൽ പായൂന്നറിയോ എൻ്റെ പ്രഭ. ഇങ്ങോട്ട് ഉണ്ടാവും ടീ നോക്കിക്കൊണ്ട്. ഉമ്മ റൂമിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഓന് ഏതെങ്കിലും ഒരു പെരക്കുണ്ടാവും കേട്ടാ. എത്ര ഉമ്മ ബാക്കിൽ പായുന്നറിയോന്ന്. ഞാൻ മോളുണ്ടാവും, ഉമ്മക്ക് തന്നെ പണി. അവൻ്റെ ബാക്കിൽ ഉമ്മക്ക് എന്താ പറയുക, ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ കാലിനും ഒന്നിനും കാലിനൊന്നും കഴിയുന്നില്ല. പക്ഷേ ഉമ്മാൻ്റെ അധികം അവന് കാലിനും കൈക്ക് എക്സസൈസ് കൊടുപ്പിക്കുന്നത് അയ്യാനോട്ട്. ഉമ്മ പാഞ്ഞു എൻ്റെ ബാക്കിൽ ഒരു അതാപ് എത്തിക്കുന്നുണ്ടോന്. സോ ഇതാ ഇപ്പോൾ ക്ലീനിങ്ങിന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കുണ്ടല്ലോ ഇപ്പം അയാൻ ടീ വെച്ച് കൊടുത്തെങ്കിൽ മാറ്റുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ പാട്ടെല്ലാം സെർച്ച് ആക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം തുടങ്ങും അമ്മി പാട്ട് വെച്ച് തരുമോ, ഇല്ല ടീ എല്ലാം വെച്ച് തരുമോ അമ്മി എന്നല്ല പറഞ്ഞിട്ട് പെക്കിലേ നടക്കൂട്ടെ കുറേ നേരം. പിന്നെ ഓന് ആ ടി വിയിൽ എന്തെങ്കിലും പാട്ട് വെച്ചെങ്കിൽ നമ്മളെ പണി ബേമയും കഴിയും. പക്ഷെ അധികം ടി വി ഒന്നും ഇപ്പോൾ ഓനിക്ക് തന്നെ ബെനേട്ടാ. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അല്ല, നെയ്ബേഴ്സ് അടുത്തൊന്നുമില്ല, കുറച്ച് അങ്ങോട്ട് പോകണം. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾക്ക് കളിക്കും, കുറച്ച് നേരം അവന് ടോയ്സിലും കളിക്കും. അധികം എനിക്ക് ഈ ടി വി നോക്കി മടുത്തിട്ടാ. നമ്മൾക്ക് എങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും അറിയില്ല. നമ്മൾ മാക്സിമം കളിക്കും, പക്ഷെ എനിക്ക് അത് ആവുന്നില്ല കേട്ടാ. പിന്നെ എന്താ പറയില്ലേ, ഇക്കുണ്ട് അതിന് ഇക്കനെ ബാക്കിലേ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട. ഇക്ക വന്നേ പിന്നെയുള്ള ഒരു പ്രശ്നം. ഇപ്പം ഇക്ക വന്നേ പിന്നെ ഭയങ്കര വാശിയും ഭയങ്കര എന്താ പറയുക ഓവർ സ്നേഹം നമ്മളത്തേക്ക് ഉണ്ടല്ലോ. എനിക്ക് എന്തെല്ലാം എക്സ്ട്രാ 2 കൊമ്പെല്ലാം വരും ഗൈസ്. അങ്ങനെ എന്താ പറയുക ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല കേട്ടാ. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക കുഞ്ഞിക്കടുമ്പും കോഴിക്കറി. ഞാനേ നമ്മുടെ നാട്ടിലെല്ലാം എങ്ങനെയാണെന്ന് അറിയാമോ, ബസലക്കറിയും കുഞ്ഞ് കടുമ്പ് കേട്ടാ. ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് കോഴിക്കറിക്കും കടുമ്പും കോമ്പിനേഷൻ ഉണ്ട്. നമ്മളവിടെ ആക്കിയേ ഇല്ല കേട്ടോ. കോഴിക്കറിക്കും കടുമ്പ് അങ്ങനെ കഴിക്കലില്ല. കുറച്ച് ഇതിനേക്കാൾ വലിയൊരു കടുമ്പാക്കും, അതിന് കോഴിക്കറിയെല്ലാം തിന്നും. ഇത് നമ്മളെ ബസലക്കറി. പിന്നെ ഒരു ഇതുണ്ടല്ലോ എന്തിപ്പാ
കുട്ടി മീനുണ്ടാ ഈ കല്ലുമ്മക്കതിനെ കണക്കിട്ട് കുഞ്ഞ് അൽമക്ക അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളത്, അത് മിക്സ് ആക്കിയിട്ട് ബസലക്കറി വെക്കൂട്ടാ. സോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ വന്നേ പിന്നെ കോഴി എല്ലാം കൂട്ടാൻ തുടങ്ങി ഗൈസ്. പിന്നെ അപ്പോഴത്തേക്ക് ഉമ്മ വന്നിട്ട് പറഞ്ഞിട്ടാ നാസിറ എന്തോ കണ്ണടത്തിൽ എഴുതിയിട്ടുണ്ട്, ഏതോ ഒരു കുഞ്ഞ് മരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ തേങ്ങ എന്തോ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഒരു കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞാൽ ആകെ എൻ്റെ അയ്യൻ്റെ അത്രയ്ക്ക് ഉള്ളത് കേട്ടോ. അത് കണ്ടിട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് എൻ്റെ ഒപ്പം എൻ്റെ കിള്ളിപ്പോയത്. എനിക്ക് എൻ്റെ പെരക്കത്തെ പിള്ളമാരെയും അയ്യനെല്ലാം എനിക്ക് എന്തെല്ലോ ആയിപ്പോയി ഒരു മിനിറ്റിന്. എന്നിട്ട് ഈ അയ്യനും അങ്ങനെ കേട്ടോ തേങ്ങ തിന്നോണ്ടുണ്ടാവും. ഉമ്മ തേങ്ങ ചിരക്കുന്ന സൗണ്ട് കേട്ടാൽ മതി അപ്പം പായ ഒരു പാത്രം പിടിച്ചിട്ട്, ഇല്ലെങ്കിൽ തേങ്ങ ചരച്ച് അവിടെ ചിരട്ട ഉണ്ടാവും അതും പിടിച്ചിട്ട് മാമാ തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ട് അതും കാണാൻ നിന്നിട്ട് ടീവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് തിന്നോണ്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് നേരത്തേക്ക് വയറ്റിൻ്റെ ഉള്ളിൽ നല്ല തീപ്പാറിയിട്ടുണ്ടായിന്. പിന്നെ എന്താ അതിന് ഡ്രസ്സെല്ലാം ഊറിയിട്ട് വെള്ളത്തിൽ കളിക്കാൻ പോയിട്ടാ. വെള്ളം മീൻസ് എന്താ പറയുക, എനിക്ക് ഡ്രസ്സ് അയച്ചിട്ടിട്ട് നടക്കണം ഗൈസ്, അതേ ഉള്ളൂ. എനിക്ക് കുറേ നേരം പേടിപ്പിച്ച് എന്തെല്ലോ ആക്കി, പക്ഷേ നടക്കുന്നില്ല കേട്ടോ. അതിനിടയിൽ അവൻ്റെ പാട്ടും തുടങ്ങി. കുറേ എനിക്ക് ഡ്രസ്സ് ഇടാനുള്ള അത്ര മടി. അപ്പോൾ തുടങ്ങും അമ്മി ചൂടെടുക്കുന്ന അമ്മി പറ്റുന്നില്ല അമ്മി എന്ന് പറഞ്ഞിട്ട് ചാടും കേട്ടോ. പിന്നെ എന്താ എനിക്ക് വീണ്ടും ഫ്രൂട്ട്സ് കട്ടാക്കുന്നത്. എനിക്ക് അതേ കണക്ക് കേട്ടാ. അവന് സ്നാക്സ് ആയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കില്ല, ഒപ്പം കൊടുക്കാൻ സമ്മതിക്കില്ല. ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിൽ കൊടുത്തോന്നറിയും, പക്ഷെ നമുക്കും അങ്ങനെയല്ല കേട്ടോ. നമുക്കും സ്നാക്സ് കഴിക്കാൻ പിടിയില്ല. ഒപ്പം ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിൽ കഴിച്ചോ കൊണ്ടു തരും, പക്ഷേ സ്നാക്സ് അങ്ങനെ കൊണ്ടു തരില്ല. കടല പിന്നെ ഒരു ബിസ്ക്കറ്റും വിറ്റമാരി ബിസ്ക്കറ്റും കൊണ്ടുതരും കേട്ടോ. അതല്ലാതെ വേറെ ഒന്നും പറയൽ വെറുതെ. ഒന്നാമത് ഇവർക്കൽ കഫം അങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര പേടിയിട്ടാണ്. ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും കഴിച്ചോന്നറിയും. അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കൊടുക്കും കേട്ടോ. പിന്നെ ഇത് ഉച്ചത്തെ പരിപാടി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നേർമ്പം കിട്ടിയിട്ടുണ്ടായിന്, അതിൻ്റെ വരവ് കേട്ടോ. പിന്നെ മത്തി കിട്ടിയിട്ടുണ്ടായിന്. ഇപ്പം എല്ലാം മീൻ എന്ത് വില അല്ലേ, വില കേൾക്കുമ്പോൾ തന്നെ ഒരു പേര എടുക്കാമെന്ന് തോന്നുക. അങ്ങനെ ആ വിലപ്പെട്ട മീനിന് ഉമ്മ എന്താ പറയുക മുറിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ വറവ് ആക്കുന്നുണ്ട് കേട്ടോ. സോ എന്താ പറയുക, എനിക്ക് മീനോട് വലിയ ക്രേസിയൊന്നുമില്ല. ഇപ്പം മത്തി ഫ്രൈ ആക്കിയത് കഴിക്കൂട്ടെ, കറി ആക്കിയത് കഴിക്കില്ല. ഇവിടെ ഒരാൾക്ക് ഓരോരോ ഫുഡ് ഗൈസ്. ഉമ്മാക്ക് ഉപ്പാക്ക് മീൻ എന്തെങ്കിലും വേണം, ഇക്കാക്ക് ജമ്മുക്ക് എനിക്ക് കോഴി തന്നെ വേണം. എനിക്ക് ഈ രണ്ട് സാധനം വേണ്ട. എനിക്ക് എന്തെങ്കിലും തക്കാളി വെള്ളം പരിപ്പ് വെള്ളം അങ്ങനത്തത് വേണം. സോ എന്താ പറയുക, ഈ പേരക്ക് മസ്റ്റായിട്ട് മീൻ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. ഇനി എന്തായാലും മീൻ ഉണ്ടാവും. അതിനിടയിൽ ഞാൻ വന്നിട്ട് മൊയിലാഞ്ചൊക്കെ എന്നുള്ളത് മൊയിലാഞ്ചൊക്കെ ഇടുക ഗൈസ്. കുറേ നേരം ഞാൻ അതിനെ കൊണ്ട് കഷ്ടപ്പെട്ട് പിന്നെ ഞാനത് അവിടെ വെച്ചിട്ടാ. എന്താ വെച്ചെങ്കിൽ അത് കട്ടിച്ച് വരുന്നുണ്ടായിട്ടാ. പിന്നെ ഇനിയുള്ള ടാസ്ക് എന്താ വെച്ചെങ്കിൽ ഡ്രസ്സ് മടക്കിയേക്കാൾ എൻ്റെ ഏറ്റവുമായ ശത്രുവാണിത്. സോ ഇനി ഈ ഡ്രസ്സ് മടക്കിയേക്കുക. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അതേക്കാണെങ്കിൽ ഹാർട്ടെങ്കിൽ ഹാർട്ട് ലൈക്കും ആക്കുക, കമൻറ്റും ആക്കുക. സോ എന്താ പറയുക, ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് വരും കേട്ടോ. അപ്പോൾ ബായ്.